സെക്സിൽ സ്ത്രീകൾക്ക് താല്പര്യം കുറയാൻ കാരണം പുരുഷന്മാരറിയാതെ ചെയ്യുന്ന ഈ 5 തെറ്റുകളാണ്. പലപ്പോഴും ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊണ്ടുവരാറുണ്ട്, ഡോക്ടറെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്, എല്ലാ സൗകര്യങ്ങളും നൽകി കൊടുക്കാറുണ്ട്, കല്യാണം കഴിഞ്ഞ അന്ന് മുതലെന്ന് വേണമെങ്കിൽ പറയാം ഇവൾക്ക് ഇതിൽ ഒരു താല്പര്യമില്ല, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവളോടല്ലാണ്ട് വേറെ ആരോടാ പറയാ എന്ന് പറഞ്ഞ് ഭയങ്കര അസഹനീയമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര നിരാശയോടുകൂടിയാണ് ഇവർ വന്ന് പറയുക. പൊതുവേ ഒന്നെങ്കിൽ അവർ ഭാര്യമാരെ അവരോട് പറയാതെ ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഭാര്യമാരോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഭാര്യനോട് പറഞ്ഞിട്ടില്ല, ഡോക്ടർ വേണം പറയാൻ, കാരണം ഈ കാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇതിന് സമ്മതിക്കില്ല എന്നുള്ളത്. പക്ഷേ ഇവരുടെ ഡീറ്റെയിൽ എടുക്കുമ്പോൾ പലപ്പോഴും അവരുടെ ഹസ്ബൻഡ് തന്നെ, അതായത് ഈ കൊണ്ടുവന്ന ആൾ തന്നെ കാരണമായിരിക്കും ഈ ഒരു താല്പര്യക്കുറവിന് എന്നുള്ളതാണ് അതിൽ വലിയൊരു സത്യം എന്നുള്ളത്. അപ്പം പുരുഷന്മാർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്യുന്ന 5 തെറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ 5 മിസ്റ്റേക്സ് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. ഇതിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഫോർ പ്ലേ എന്നുള്ളത് തീരെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇവരോട് ചോദിക്കുന്ന സമയത്ത് പൊതുവേ പുരുഷന്മാർ പറയാറുള്ളത് ഫോർ പ്ലേ ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്, എല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്, പക്ഷേ ഫോർ പ്ലേക്ക് പോലും എൻ്റെ കയ്യിൻ്റെ അടുത്ത് അവൾ നിൽക്കാൻ താല്പര്യപ്പെടാറില്ല, അല്ലെങ്കിൽ എന്നെ സ്പർശിക്കാൻ അവൾ സമ്മതിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർ പ്ലേ എന്താണ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഫോർ പ്ലേ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ഈ ഒരു സെക്ഷൽ ആക്റ്റിലേക്ക് മാനസികമായി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു കളിയാണ്, അല്ലെങ്കിൽ ഒരു കലയാണ്. കാരണം പലപ്പോഴും സ്ത്രീകളുടെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഏരിയകളിൽ തൊട്ട് കഴിഞ്ഞാലാണ് അവർ ഉണരുക എന്നുള്ളൊരു തെറ്റായ ധാരണ പുരുഷന്മാർക്കുണ്ട്. ഫോർ പ്ലേ എന്ന് പറയുന്നത് ജസ്റ്റ് അവരെ സ്പർശിക്കുക എന്നുള്ളത് മാത്രമല്ല. ഈ ഫോർ പ്ലേ എന്ന് പറയുന്നതിന് ഫിസിക്കൽ ഇൻറ്റിമസി മാത്രമല്ല, ഇമോഷണൽ ഇൻറ്റിമസിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളൊരു സ്ത്രീ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് നല്ല രീതിയിൽ വഴക്കിട്ടിട്ട് നിങ്ങൾ ഓക്കെ ആയി തിരിച്ചു വന്നു. പക്ഷെ ഈ ആൾ ഇപ്പോഴും അപ്പം എങ്ങനെയാണോ മുഖത്ത് കടുന്നൽ കുത്തിയത് അതേ രീതിയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങൾ രാത്രി ഇതൊന്നും വക വയ്ക്കാതെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമേ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിൽ പോലും ഓർക്കാതെ നിങ്ങൾ അവരുടെ അടുത്ത് സ്പർശിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമീപിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിന്നുണ്ടാവുന്ന റിയാക്ഷൻ എങ്ങനെയാണ്? എൻ്റെ 7 അയലത്ത് വന്നു പോകരുത്, ഞാൻ വല്ല കടുങ്കൈ ഞാൻ ചെയ്യുമെന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നുണ്ടാവും സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്ത്രീകൾക്ക് എന്താണ് ഇത്രയും പ്രശ്നം, ഇവരെന്തിനാ ഇങ്ങനെ ഇത് മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ടല്ലേ പ്രശ്നം എന്നുള്ളത്. പലപ്പോഴും ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു നല്ല കമ്മ്യൂണിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം സോൾവ് ആവും. ഓക്കെ, ചിലപ്പോൾ അവരുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷെ ആരാണ് ശരി എന്നുള്ളതിനെക്കാട്ടിലും എന്തിനാണ് ഈ ശരി എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ തമ്മിലുള്ള സംസാരം ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാനസികമായി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവും. നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇമോഷണൽ സെക്യൂരിറ്റി, ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇമോഷണൽ ഇൻറ്റിമസി അവിടെ ശരി വീണു. അതായത് അവർ ഇമോഷണലി ഇൻറ്റിമേറ്റ് ആയി. ആ ഇമോഷണൽ ഇൻറ്റിമസി വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർക്ക് ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിനോട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ ആക്രാന്തം എന്ന് പറയാറുണ്ട്. അതായത് പുരുഷന്മാർക്ക് എൻ്റെ ഹസ്ബൻഡിന് എപ്പോഴും ഇത് മാത്രമേ ചിന്തയുള്ളൂ, വേറൊരു ചിന്തയില്ല എന്നാണ് പലപ്പോഴും സ്ത്രീകൾ പറയാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇമോഷണൽ ഇൻറ്റിമസി വളരെ കുറവാണ്. എപ്പോഴും ഫിസിക്കൽ ഇൻറ്റിമസി മാത്രമാണ് അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് എന്നുള്ള പരാതി കൊണ്ടാണ് അവർക്ക് പിന്നീട് ഇതിനോട് താല്പര്യം കുറയുന്നത്. അപ്പോൾ ഇമോഷണൽ ഇൻറ്റിമസി റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫിസിക്കൽ ഇൻറ്റിമസിനോട് അവർക്ക് താല്പര്യം വരികയും അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും. അപ്പം പലപ്പോഴും ഞാൻ ചീത്ത പറയും, ഞാൻ ഒച്ച വയ്ക്കും, അത് നല്ല കാര്യത്തിന് മാത്രമാണ് ഡോക്ടറെ, അല്ലാതെ വേറൊരു കാര്യത്തിന് ഞാൻ അവരോട് ചീത്ത പറയാറില്ല എന്നാണ് ഭർത്താക്കന്മാർ പറയാറുള്ളത്. പക്ഷേ നിങ്ങൾ ചീത്ത പറഞ്ഞോളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ ഇത് ഇവരുടെ മനസ്സിൽ എങ്ങനെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇത് മാറാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സോറിയിൽ അത് ഒതുക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളോട് അത്ര ആ രീതിയിൽ വേറൊരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ജസ്റ്റ് ഒരു സോറി പറഞ്ഞാൽ, സോറി എൻ്റെ അപ്പത്തെ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ ഞാൻ പറഞ്ഞു പോയതാണ്, നീ അത് വിട്ടുകള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ്
പ്രത്യേകിച്ച് നിങ്ങളെക്കാൾ ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കൊണ്ടിട്ടുണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയാതെ ശ്രമിക്കുക. അതായത് നിങ്ങൾ മാന്യമായിട്ട് കുറച്ചും കൂടെ സൗണ്ട് സോഫ്റ്റർ ആയിട്ട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണോ ഒച്ച വെച്ചത് അതൊന്നും കൂടെ എളുപ്പത്തിൽ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ തമ്മിലുള്ള മാക്സിമം വഴക്കാകാതെ ഒരു മയത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം രണ്ടുപേരും രണ്ട് കൾച്ചറിലുള്ള ആളുകളാണ്, രണ്ടുപേരും രണ്ട് ചുറ്റുപാടുകളിൽ വളർന്ന ആളുകളാണ്. രണ്ട് വൃത്തിയായിരിക്കാം, രണ്ട് സ്വഭാവങ്ങളായിരിക്കാം, രണ്ട് ഇഷ്ടങ്ങളായിരിക്കാം. ഇതിനെയെല്ലാം പൊരുത്തപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. എൻ്റെ വൈഫിന് ഇത് ഇഷ്ടമല്ല, സോ അവളെ ഞാൻ നിർബന്ധിക്കരുത്, അല്ലെങ്കിൽ അവളെ മനസ്സിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ആ ഒരു ബോധം കൂടി നിങ്ങൾക്ക് വരണം. അല്ലാതെ ഞാൻ ഭർത്താവാണ്, ഞാൻ ഭരിക്കുന്ന ആളാണ്, ഞാൻ പറഞ്ഞാലേ അവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ, ഞാൻ പറയുന്നത് പോലെ നടക്കാവൂ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ വൈഫിനെ സമീപിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇമോഷണൽ ഇൻറ്റിമസി ഇല്ല. നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു സെക്ഷുവൽ ഇൻറ്റിമസി വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇമോഷണൽ ഇൻറ്റിമസി ഇല്ലാണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോകുകയില്ല. ഓക്കെ, അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം കാര്യങ്ങൾ നടത്തുക, അത് നിർത്തുക. ആ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഈ ഒരു താല്പര്യക്കുറവ് ഉണ്ടാകാറുണ്ട്. കാരണം പല ആളുകൾക്കും സമയക്കുറവ് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളെ വൈഫിന് അതിൽ പരാതി ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് സമയം വളരെ കുറവാണ്, നിങ്ങളെ പാർട്ട്ണറെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ വിരക്തി ഉണ്ടാവും. എന്തിനാ വെറുതെ ഞാൻ കിടന്നു കൊടുക്കുന്നത്, എനിക്കിതിൽ എന്തായാലും പ്രത്യേകിച്ച് സുഖമൊന്നുമില്ല, പിറ്റത്തെ ദിവസം കുളിക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ എനിക്ക് ക്ഷീണം വരികയാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങളെ പാർട്ട്ണറിന് തോന്നുക. ചില കേസുകളിൽ നിങ്ങളെ ഫോർപ്ലേ കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിലും നിങ്ങളെ വൈഫിന് ഓർഗാസത്തിൽ എത്താൻ സാധിക്കില്ല, രതിമൂർച്ചയിൽ എത്താൻ സാധിക്കില്ല. കാരണം അവരൊന്ന് മൂഡായി അവർ ആ ഒരു രീതിയിലേക്ക് എത്തുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ആക്ച്വലി പോയിട്ടുണ്ടാവും, നിങ്ങളുടെ ശുക്ലം പാസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇതിനോടുള്ള താല്പര്യം കുറഞ്ഞു പോകും. അപ്പോൾ എൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് പോലും ചോദിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നിറവേറ്റി പോകാനുള്ള ഒരു പാവയല്ല ഞാൻ എന്നുള്ളത് കാലക്രമേണ അവരുടെ മനസ്സിൽ തോന്നാനുള്ള സാധ്യതകളും അതേപോലെ ഇതിനോടുള്ള താല്പര്യക്കുറവ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതേപോലെ മറ്റൊരു പ്രശ്നമാണ്, ഡോക്ടറെ എൻ്റെ ഹസ്ബൻഡ് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കയറിയ ഒരാളും പുറത്തിറങ്ങിയ വേറൊരാളുമാണെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര സ്നേഹമാണ്, ഒലിപ്പിക്കലാണ്, മുത്തേ ചക്കരെ തേനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരുതലാണ്, നിനക്ക് വിഷമായോ ഞാൻ അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് എന്നെ സോപ്പിടാൻ പറ്റുന്ന മാക്സിമം പതപ്പിച്ചിട്ടാണ് എൻ്റെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് ആ ആളാണെന്ന് പോലും തോന്നാറില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കുന്നതിന്, മറ്റുള്ളവരുടെ മുന്നിൽ കളിയാക്കുന്നതിന്, എന്നോട് പറയുന്ന വാക്കുകൾ എന്താന്ന് പോലും ആൾ ചിന്തിക്കാറില്ല. പലപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, എൻ്റെ കൂടെ ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ, എന്നോട് എല്ലാവരും സംസാരിക്കുന്നത് പോലെ മാന്യമായിട്ട് ബഹുമാനത്തോടു കൂടെ സംസാരിച്ചിരുന്നെങ്കിൽ. കാരണം എൻ്റെ ഹസ്ബൻഡ് സംസാരിക്കുന്നത് പോലെയാണ് ആ വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾ എന്നോട് സംസാരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് എന്നോട് വിലയില്ല എന്നാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ എനിക്ക് എന്ത് വിലയുണ്ടാവുക, എൻ്റെ മക്കൾക്ക് എന്നോട് എന്ത് വിലയുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നോ, അവരോട് എത്രത്തോളം കരുതൽ കാണിക്കുന്നോ, അതേ കരുതലും അതേ സ്നേഹവും അവർ ബെഡ്റൂമിൻ്റെ പുറത്തും ആഗ്രഹിക്കുന്നുണ്ട്. പുറത്ത് കൈ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ കൈ തട്ടിക്കളയുക, ആളുകൾ കാണും, ആൾക്കാർ കാണും എന്നാണ് എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്. ഞാൻ ആരാൻ്റെ കെട്ടിയോനെ പോയിട്ടല്ലല്ലോ കൈ പിടിക്കുന്നത്, എൻ്റെ സ്വന്തം കെട്ടിയോൻ്റെ കൈയല്ലേ പിടിക്കുന്നത് എന്നാണ് പലപ്പോഴും പല സ്ത്രീകളും പറയാറുള്ളത്. സോ അവർക്കും അവർ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ സ്നേഹം അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങൾ, നിങ്ങൾ കരുതൽ, ഇതെല്ലാം അവർക്കൊരു സ്നേഹമാണ്. ജസ്റ്റ് ഒരു കരുതൽ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷണൽ ഇൻറ്റിമസി, ഇമോഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് വളരെ കൂടുതലാണ്. അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാനും പുള്ളിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഈ ഒരു സാധനം വന്നാൽ തന്നെ അവർക്ക് ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിനോടുള്ള താല്പര്യം നല്ല രീതിയിൽ കൂടും. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് പുറത്തുള്ള ഇൻറ്റിമസി എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ട് കാണിക്കണം, അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ പോലെ തന്നെ നിങ്ങൾ പുറത്ത് കാണിക്കണം എന്നുള്ളതല്ല. മാന്യമായ രീതിയിൽ നിങ്ങൾ ടച്ച് ആണെങ്കിലും സംസാരമാണെങ്കിലും ആക്ട് ഓഫ് സർവീസ് ആണെങ്കിലും നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ വിമർശനങ്ങൾ വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. വിമർശിക്കണം, ഹെൽത്തി ആയിട്ട് വിമർശിക്കണം. നിങ്ങൾക്ക് വിമർശനം ഉണ്ടോ, നിങ്ങൾ പ്രൈവറ്റായിട്ട് ആളോട് സംസാരിക്കുക.
ആളുകളുടെ ഇടയിൽ, അല്ലെങ്കിൽ ഇവളെ കൊണ്ടൊക്കെ എന്തിനാ പറ്റിയ, ആ കുഗ്രാമത്തിൽ നിന്ന് വന്നതല്ലേ, അല്ലെങ്കിൽ ഇത്രയല്ലേ പഠിച്ചിട്ടുള്ളൂ, അവളെ ബോഡി ഒന്ന് നോക്കേ, എന്തൊരു തടിച്ചിട്ടാണ്, എന്തൊരു മെലിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യം എന്താണ്. പല സ്ത്രീകളും നമ്മുടെ മുന്നിൽ വന്ന് കരഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ, എൻ്റെ ഹസ്ബൻഡ് എന്നോട് ആദ്യ രാത്രിയിൽ പറഞ്ഞിട്ടുള്ളത്, ഫോണിൽ കാണുന്ന ആ പെണ്ണിൻ്റെ ശരീരമല്ല എനിക്ക്, അതുകൊണ്ട് എന്നോട് താല്പര്യമില്ല എന്നുള്ളതാണ്. പിന്നീട് ആൾ മാറി, ആൾ പിന്നെ ഫോൺ കാണൽ നിർത്തി, എല്ലാം കൊണ്ടും ആളൊരു നല്ല മനുഷ്യനായി. പക്ഷേ ഇന്നും എൻ്റെ മനസ്സിൽ എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണോ എന്നോട് അന്ന് സംസാരിച്ചത്, ആ ഒരു ഓർമ്മയാണ് ഇപ്പോഴും എനിക്കുള്ളത്. ആൾ എന്നെ സമീപിക്കുമ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ, ആൾക്ക് ആളുടെ ആവശ്യം തീർക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രമല്ലേ വരുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ആൾ എത്ര മാറ്റി പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഫീലിംഗ് എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞിട്ടുണ്ട്. ഇത് ഒരാളെന്നുള്ളതല്ല, പല ആളുകളുടെയും മനസ്സിലുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. കാരണം അതിലുള്ളതുപോലെ അല്ലല്ലോ, അല്ലെങ്കിൽ അവരുള്ളതുപോലെ അല്ലല്ലോ നീ ഉള്ളത്, അവരുടെ ക്യാരക്ടർ നിനക്കില്ലല്ലോ, നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായിരുന്നേനെ, ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരാളെ ആയിരുന്നു എന്നുള്ള സംസാരങ്ങൾ എപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങളോട് അങ്ങനെ ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്നുള്ള എപ്പോഴും ഓർക്കാം. കാരണം നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾ ആഗ്രഹിച്ച ഒരു രീതിയിൽ നിങ്ങളെ വൈഫ് വരണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് അവരോട് ഹെൽത്തി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർ ആ ഒരു റൂട്ടിലേക്ക് പോകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കുക. കാരണം ചില സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ടീം ചെയ്ത്, അതായത് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറയുമ്പം ഒരുപക്ഷെ അവർ ആ ഒരു സ്നേഹപ്പുറത്ത് അവർ മാറും, അവർ ചേഞ്ച് ചെയ്യാനുള്ള രീതികളിലും മാറ്റം വരും. ചില ആളുകൾ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ പാർട്ട്ണറെ മാറ്റുക. നീ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്ക്, ഇത് നിനക്ക് നന്നായിട്ട് ചേരും, അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കോംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കൂ. അവരിൽ സ്വാഭാവികമായിട്ടും അവർ പോലും അറിയാണ്ട് അവർ മാറിപ്പോകും. അപ്പം നിങ്ങൾ ഇവള് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഇവള് ചെയ്തിരുന്ന പോലെ നീ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് പറയുന്നതിന് പകരം നിങ്ങളൊരു ഡ്രസ്സ് പിക്ക് ചെയ്ത് കൊടുക്കുക, എടാ ഇത് നിനക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും, നീ ഇതൊന്ന് ഇട്ട് നോക്ക്. ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇമോഷണൽ ഇൻറ്റിമസി അവിടെ നല്ല രീതിയിൽ കൂടും. പലപ്പോഴും വാക്കുകളുടെ മൂർച്ച ഭയങ്കര കൂടുതലാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ആഴത്തിലായിരിക്കും ആ വാക്കുകൾ അവരുടെ നെഞ്ചിൽ തറച്ചു കയറിയിട്ടുണ്ടാവുക. പിന്നീട് അത് പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും തെറാപ്പികളും പല കൗൺസിലിങ്ങും ആവശ്യം വരാറുണ്ട്. അപ്പം എപ്പോഴും താരതമ്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പക്ഷെ അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ, അവരും അതിൽ ഇൻട്രസ്റ്റഡ് ആവുന്ന രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ വൈഫ് എപ്പോഴും എന്നോട് പരാതി പറയാണ്. എന്താണ് പരാതി പറയുന്നത്? നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുക. ഓപ്പണായിട്ട്, നീ എന്തിനാ എപ്പോഴും എന്നോട് പരാതി പറയുന്നത്, എന്തിനാ നീ എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ് നിൻ്റെ പ്രശ്നം, എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്നോട് ഓപ്പണായിട്ട് പറ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുക. അതായത് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, നിങ്ങളുടെ ടോണ് വരെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ എൻ്റെ പ്രശ്നം, നീ ഒന്ന് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയുടെ മിണ്ടാനേ പോകുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഏറ്റവും സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ഓപ്പണായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയും. ഇതിൽ തന്നെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ആക്ച്വലി സോൾവ് ചെയ്ത് ഈ ഒരു ഇമോഷണൽ ഇൻറ്റിമസി അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അവളുടെ വികാരങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു ഏത് നേരം നിനക്ക് വിഷമാണല്ലോ, ഏത് നേരം നിനക്ക് പരാതിയാണല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേന് ഓള് കിടന്ന് മോങ്ങും. ഇങ്ങനത്തെ കുറേ ഡയലോഗ്സ് ഞാൻ പുരുഷന്മാരെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്തിനാ അങ്ങനെ കരയേണ്ട ആവശ്യം? അങ്ങനെ കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തെങ്കിലും പറയുമ്പോഴത്തേന് ഓള് തുടങ്ങും കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് കണ്ണീരൊക്കെ ഒലിപ്പിച്ച് ഞാൻ എന്തോ അവളെ കാണിച്ച പോലെയാണ്. പക്ഷേ അവൾ ആക്ച്വലി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചേർന്ന് നിന്ന് നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇനി എന്താ വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തതാണ് നിനക്ക് ഓക്കെ അല്ലാത്തത്, അല്ലെങ്കിൽ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ അവരുടെ പകുതി പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവില്ല കേട്ടോ, അതും കൂടെ ഞാൻ പറയാം, നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു ചോദ്യത്തിൽ ഓക്കെ ഞാൻ ഒരു സെക്യൂർ റിലേഷൻഷിപ്പിലാണ്, എനിക്ക് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് മാറും, പക്ഷെ എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു എന്നായിരിക്കും ചിലപ്പോൾ അവർ നിങ്ങളോട് പറയാം. ഓപ്പണായിട്ട് അവർ നിങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പം പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടാവും. ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവർ മൾട്ടി ടാസ്കിങ് ആണ് ചെയ്യുന്നത്. അവരവരുടെ വീട് നോക്കുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ടാവും, അവർ ഇനി ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോക്കുന്നുണ്ട്, അതിലുള്ള പ്രഷർ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്,
പുറമേക്ക് ചിലപ്പോൾ അത് കാണുന്നുണ്ടാവില്ല, പക്ഷെ അകമേക്ക് ചിലപ്പോൾ ഇങ്ങനെ തോട്ട്സ് ആയിരിക്കും. ചിലപ്പോൾ ഇൻലോസ് ആയിട്ടുണ്ടായ എന്തെങ്കിലും സംസാരങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളോട് തന്നെ ഉണ്ടായ സംസാരങ്ങളായിരിക്കാം, ഓഫീസിലുണ്ടായ അവരുടെ ബോസുമായിട്ടുള്ള സംസാരങ്ങളായിരിക്കാം, കൊളീഗ്സ് തമ്മിലുള്ള സംസാരങ്ങളായിരിക്കാം. ഇതൊക്കെ പല രീതിയിലുള്ള സ്ട്രെസ്സാണ് ഇവർക്ക് കൊടുക്കുന്നത്. പലപ്പോഴും ഇത് പുറത്തേക്ക് കളയാനുള്ള ഒരു ഓപ്ഷൻ അവർക്കില്ല. ഇത് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കളിക്കുമ്പം ചെറുതായിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ ഇത് മല പോലെ ഇങ്ങ് ആ ആളുടെ മേത്തേക്ക് വരും. പലപ്പോഴും ഇത് സംഭവിക്കുന്നത് എൻ്റെ സേഫ് സ്പേസ് എൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള എല്ലാം ഞാൻ ഡംപ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്താണെന്ന് പറയുന്ന പല ആളുകളുണ്ട്. അതിൽ അവർ ഓക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. കാരണം അവരുടെ ഹസ്ബൻഡ് അത്രയും അവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ്, ഹസ്ബൻഡ് ഓക്കെയാണ്, അവർ തമ്മിൽ നല്ലൊരു ഇൻറ്റിമസി അവിടെ വരാറുണ്ട്. പക്ഷെ അത് പറയാതെ നീ എന്തിനാ ഇത് നേരെ ഇത് സ്ട്രെസ് ചെയ്തെടുക്കുന്നത്, ലോജിക്കലി നിങ്ങൾ ഉത്തരം കൊടുത്തു നോക്കൂ, പിന്നീട് അവർ നിങ്ങളോട് ഒരു അക്ഷരം പറയാൻ വരില്ല. കാരണം അവർക്ക് ലോജിക്കല്ല അവിടെ വേണ്ടത്. അവർക്കറിയാം ഇത് ചെയ്താൽ ഇതിവിടെ പ്രശ്നം സോർട്ട് ആവും എന്നുള്ളത്. പക്ഷെ അവരുടെ ഇമോഷൻസ് അവിടെ ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് ബെൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലോജിക്കൽ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുള്ളൂ. ആ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നവരെ ഈ ഇമോഷൻ കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ്. സോ ഇത് ബെൻഡ് ഔട്ട് ചെയ്യാൻ, ഇത് ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ചിലപ്പോൾ സങ്കടമായിരിക്കാം, ചിലപ്പോൾ എക്സ്ട്രീം സന്തോഷത്തിൽ കാണിക്കുന്ന പല പല സംസാരങ്ങളായിരിക്കാം. ഇതിൽ നിങ്ങളൊന്ന് കേട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളും അവിടെ നല്ല രീതിയിൽ സോർട്ട് ആവാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പല കാര്യങ്ങളും ആക്ച്വലി നിങ്ങൾ അറിയാണ്ട് ചെയ്യുന്ന തെറ്റുകളാണ്. ഒരിക്കലും നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളെ വൈഫിനെ ഹേർട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു ബന്ധമുണ്ട്, മാനസിക അടുപ്പുണ്ട്. ഈ മാനസിക അടുപ്പുണ്ടെങ്കിൽ മാത്രമാണ് ശാരീരികമായിട്ട് നിങ്ങൾക്ക് അടുക്കാൻ കഴിയുള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ട് സെക്ഷുവലായിട്ട് നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ മാനസിക അടുപ്പം ഇല്ല എന്നാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ മടുപ്പ് വന്നു തുടങ്ങും, സ്വാഭാവികമായിട്ടും മടുപ്പ് വന്നു തുടങ്ങും. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കുടുംബജീവിതം, അത് സെക്ഷുവലി ആയിട്ടാണെങ്കിലും ഇമോഷണലി ആയിട്ടാണെങ്കിലും മെൻ്റലി ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും. സോ കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.